കഴിഞ്ഞ ലീവിന് പോയപ്പോഴായിരുന്നു ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കുടുംബവാർഷികം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. എല്ലാവരോടും കൂടിയിട്ട് നമ്മുടെ യൂണിറ്റിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിട്ടാണ്. അങ്കമാലി ഡയറീസ് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വൻ ഹിറ്റായിട്ടുള്ള ഒരു സംഭവമാണ് മാങ്ങക്കറി. അതേ മാങ്ങക്കറി തന്നെയാണ് ഈ ഒരു വാർഷികത്തിൻ്റെ മെയിൻ പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം തന്നെ. 60 തേങ്ങയുടെ മാങ്ങക്കറി അതായിരുന്നു ഈ പ്രാവശ്യത്തെ വാർഷികത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എന്ന് പറയുന്നത്. ഈ 60 തേങ്ങ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടാണ് ചിരണ്ടി പിഴിഞ്ഞെടുത്തത്. പിന്നെ ഈ മാങ്ങക്കറിയുടെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തിരുമ്മലാണ്. അതായത് നമ്മുടെ ചെറുള്ളിയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത്. ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ സംഭവങ്ങളിലേക്ക് നമ്മുടെ ഒന്നാന്തരം നാടൻ മസാലകൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അരച്ചത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് നേരത്തെ തന്നെ ചുരക്കയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും സംഭവങ്ങളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സാധനം നേരെ തൂക്കി അടുപ്പത്തേക്ക് വയ്ക്കും. നമ്മുടെ വാർഷികത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ മാങ്ങക്കറി വെച്ച് വയ്ക്കുന്നത്. വാർഷികത്തിന് അന്ന് നമ്മളെ വറുത്തരച്ച ബീഫും അതേപോലെ തന്നെ ചോറും പിന്നെ ഉലത്തും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളച്ച് കറി പാകമായിട്ട് വരുമ്പോഴേക്കും തലപ്പാലും ചേർത്ത് കടുക് പൊട്ടിച്ച് കറി നേരെ വാങ്ങി വയ്ക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ യൂണിറ്റിലെ വാർഷികത്തിൻ്റെ വിശേഷങ്ങൾ. ഈ പ്രാവശ്യം അത് കൂടാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായി.